എത്തപ്പൈ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന വിപ്ലവ വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന സമ്മേളനം സമംഗളം സമാപിച്ചു. 2 ദിവസം നീണ്ടുനിന്ന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് പഴയ ഒരു വിപ്ലവ വിദ്യാർത്ഥിയും സംസ്ഥാന മുഖ്യമന്ത്രിയുമായ സഖാവ് കാരണഭൂതന്. എത്തപ്പൈ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന, മാതൃകാപരമായി പ്രവർത്തിക്കുന്ന, മറ്റ് സംഘടനകൾക്ക് അസൂയ തോന്നും വിധം നിർമ്മാണാത്മകമായ, രചനാത്മകമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വച്ച് വളരെ ദ്രുതഗതിയിൽ മുന്നേറുന്ന മഹാസംഘടനയാണെന്നും ഈ സംഘടനയുടെ ഇതപര്യന്തമുള്ള പ്രവർത്തനം അങ്ങേയറ്റം ശ്ലാഘനീയമാണ്, തുടർന്നും ഇതേ പാതയിൽ തന്നെ മുന്നേറണമെന്നും ധീര സഖാവ് ഈ കുട്ടി സഖാക്കളെ ഉത്ബോധിപ്പിച്ചു. കുട്ടി സഖാക്കളൊക്കെ അത് കേട്ട് കോരിത്തരിക്കുക മാത്രമല്ല, ഹർഷാരവം മുഴക്കം ചെയ്തു എന്നാണ് ഞങ്ങളുടെ ലേഖകൻ റിപ്പോർട്ട് ചെയ്തത്. തീർച്ചയായിട്ടും വളരെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് എത്തപ്പൈ. എത്തപ്പൈ എന്ന് കേട്ടാൽ അപമാന ദൂഷിതമാകണം അന്തരംഗം എന്നാണ് മഹാകവി വള്ളത്തോൾ പണ്ട് പാടിയത്. ഇനി വള്ളത്തോൾ അങ്ങനെയല്ല പാടിയെങ്കിൽ പോലും ഇപ്പോഴത്തെ നിലയ്ക്ക് അങ്ങനെ പാടുന്നതാണ് ഉചിതം. അപ്പോൾ അങ്ങനെയുള്ളൊരു മഹാസംഘടന, ആ സംഘടനയുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നു. പുതിയ പരിപാടിയും പുതിയ നയ സമീപനങ്ങളുമൊക്കെ തീരുമാനിച്ച്, പ്രത്യേകിച്ച് സ്വകാര്യ സർവകലാശാലകൾ വരികയാണ്. അവിടെ എങ്ങനെ കൊടി പിടിക്കാം, എങ്ങനെ അത് താറുമാറാക്കാം, എങ്ങനെ വൈസ് ചാൻസലർമാരുടെ താടിക്കിട്ട് തട്ടാം, എങ്ങനെ സിൻഡിക്കേറ്റിലും സെനറ്റിലും നുഴഞ്ഞു കയറി അവിടുത്തെ പ്രവർത്തനം സ്തംഭിപ്പിക്കാം, ഇതൊക്കെ പുതിയ വിഷയങ്ങളാണ്. വിപ്ലവ വിദ്യാർത്ഥി സംഘടന നേരിടുന്ന അല്ലെങ്കിൽ നേരിടാൻ പോകുന്ന പുതിയ വെല്ലുവിളികളാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ട നയവും സമീപനവും അടവും തന്ത്രവും പയറ്റും എല്ലാം അവിടെ തീരുമാനിച്ച് ആണ് സമ്മേളനം കഴിഞ്ഞ് സഖാക്കൾ തിരിച്ചു പോയിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുതിയ പ്രസിഡൻ്റായിട്ട് ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളിക്കാരനായ ശിവപ്രസാദിനെ തിരഞ്ഞെടുത്തു. സെക്രട്ടറി ആയിട്ട് കണ്ണൂർ ജില്ലയിലെ പാനൂർ സ്വദേശി സഞ്ജീവിനെയും തിരഞ്ഞെടുത്തു എന്നാണ് പത്ര റിപ്പോർട്ടുകളിലൂടെ കാണുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ ഈ വിപ്ലവ വിദ്യാർത്ഥി സംഘടന കൈവരിച്ച മഹത്തായ നേട്ടങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇതൊക്കെ ആണെങ്കിലും നമ്മുടെ മനസ്സിലൊരു ചെറിയ വിഷാദം, ഒരു നോവ്, ഒരു വേദന തോന്നും. എനിക്ക് തോന്നി. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും, നിങ്ങൾക്കും അനുഭവപ്പെടും എന്ന കാര്യത്തിൽ എനിക്ക് ആ ഒരു സംശയമില്ല. അതെന്ന് വെച്ചാൽ സഖാവ് അനുശ്രീ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങി. അതുപോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായി, സഖാവ് PM ആർഷോ, ആ സഖാവ് SFIയോട് വിട പറഞ്ഞു. ഇനി സഖാവ് അഖില ലോക നേതാവോ അഖിലേന്ത്യാ നേതാവോ എല്ലാം ആവുമെന്ന് നമുക്കറിയില്ല. ഇപ്പോഴത്തെ നിലയ്ക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അദ്ദേഹം വിരമിക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. എങ്കിലും പുതുതലമുറയ്ക്ക് വേണ്ടി അദ്ദേഹം സ്ഥാനത്യാഗം ചെയ്തു എന്ന് വേണം വിചാരിക്കാൻ. ഈ എത്തപ്പൈ എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് ഗംഭീരന്മാരായ ഒരുപാട് നേതാക്കന്മാരുണ്ടായിട്ട് വലിയ ചരിത്രമുള്ള സംഘടനയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സംഘടനയുടെ പൂർവ്വരൂപമായിരുന്ന KSFൻ്റെ ഒരു ഉശിരൻ പ്രവർത്തകനായിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. പിന്നീട് പാർട്ടി സെക്രട്ടറിയായി തീർന്ന സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ SFIയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. AK ബാലൻ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. G സുധാകരൻ അത്യുന്നത നേതാവായിരുന്നു. MA ബേബി സംസ്ഥാന സെക്രട്ടറിയായിരുന്നു. M വിജയകുമാർ പ്രമുഖ നേതാവായിരുന്നു. പിന്നീട് സുരേഷ് കുറുപ്പ്, CP ജോൺ, മത്തായി ചാക്കോ, ജെയിംസ് മാത്യു, ഇങ്ങനെ എത്രയെത്ര ഗംഭീരന്മാരായ നേതാക്കന്മാരുണ്ടായിരുന്ന ഒരു സംഘടനയാണ്. സച്ചിൻ ദേവ് വരെ ഈ സംഘടനയുടെ പ്രമുഖ നേതാവായിരുന്നു. പിന്നെ പാർലമെൻറ്റ് മെമ്പർ അല്ലാതായി തീർന്ന നമ്മുടെ PK ബിജു, അതുപോലെ വിപ്ലവ തീപ്പന്തം M സ്വരാജ്, MP രാജേഷ്, ഇങ്ങനെ ഗംഭീരന്മാരായ ഗടാഗടിയന്മാരായിട്ടുള്ള ഒരുപാട് നേതാക്കന്മാരെ സംഭാവന ചെയ്ത മഹാപ്രസ്ഥാനമാണ് എത്തപ്പൈ. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ആർഷോയെ പോലൊരു സെക്രട്ടറി സത്യം പറഞ്ഞാൽ ഈ പ്രസ്ഥാനത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം ആർഷോയുടെ കാലത്താണ്, ആർഷോ സെക്രട്ടറി ആകുന്ന തന്നെ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് പോലീസിന് പിടികൊടുക്കാതെ ഒളിവിൽ കഴിഞ്ഞുകൊണ്ടാണ് സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ പേരിൽ എത്ര ക്രിമിനൽ കേസുണ്ടെന്ന് പുള്ളിക്കാരൻ അറിയില്ല, ചാർജ് ചെയ്ത പോലീസുകാർക്ക് പോലും അറിയില്ല. അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ചുമതലയേറ്റ് ഉടനെ ജയിലിലേക്കാണ് പോയത്. പിന്നെ ജയിലിൽ നിന്ന് വന്നിട്ടാണ് ചുമതല തിരിച്ചേറ്റത്. അദ്ദേഹം കോടതിയിൽ പ്രത്യേക ഒരു ഹർജി കൊടുത്തിട്ടാണ് പരീക്ഷ എഴുതിയത്. പിന്നെ പരീക്ഷ എഴുതാതെ പാസ്സായി എന്ന ഒരു ഖ്യാതിയും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് ഈ BCOമിന് തോറ്റ സഖാവ് MCOമിന് പഠിക്കുന്ന പോലെ, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി യൂണിയനിലേക്ക് ജയിക്കാത്ത സഖാവ് ചെയർമാനായി മത്സരിക്കാൻ ശ്രമിച്ചതുപോലെയുള്ള സംഭവങ്ങളുണ്ടായി. എത്തപ്പൈ നേതാവ്
വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ജോലി സമ്പാദിച്ച സംഭവം ഉണ്ടായി. അങ്ങനെ എത്തപ്പയുടെ ചരിത്രത്തിലെ ഒരു വലിയ നാഴികക്കല്ലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഈ സെക്രട്ടറി പദം വഹിച്ച 2 വർഷം. അത്രയും ധീര വിപ്ലവകാരിയാണ് ഈ സഖാവ്. ഇദ്ദേഹത്തെ പോലൊരു സഖാവ് അതിന് മുമ്പ് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാനും പ്രയാസമാണ്. ഞാൻ ഈ ശിവപ്രസാദിനെയോ അല്ലെങ്കിൽ സഞ്ജീവിനോ ഒന്നും താഴ്ത്തി പറഞ്ഞല്ല. ഇനി വരാൻ പോകുന്ന നേതാക്കന്മാരൊക്കെ ഉശിരന്മാരായിരിക്കും എന്ന് നമുക്കറിയാം. എങ്കിൽ പോലും ആർഷോയെ പോലും ഒരു പ്രതിഭാധനൻ, ഒരു പ്രഗത്ഭൻ ഇനി ഉണ്ടാകുക അത്ര എളുപ്പമല്ല. പിന്നെ ആർഷോയ്ക്ക് ഒരു ഭാഗ്യം ഉണ്ടായത് കേരളത്തിലെ എല്ലാ സർവകലാശാലയുടെയും ചാൻസലർ സ്ഥാനത്ത് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്നുള്ളതാണ്. ആരിഫ് ഖാൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ആർഷോയുടെ ഈ പ്രതിഭാവിലാസം ഇതുപോലെ തെളിഞ്ഞു കാണുകയില്ല. അങ്ങനെയാണല്ലോ, ഇംഗ്ലീഷിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, റഫ് വാട്ടേഴ്സ് മേക്ക് ഗുഡ് സെയിലേഴ്സ്. ആരിഫ് ഖാനെ പോലൊരു ചാൻസലർ ഉണ്ടായിരുന്നുകൊണ്ടാണ് ആർഷോയെ പോലൊരു വിപ്ലവകാരിക്ക് മാറ്റി തെളിയിക്കാൻ പറ്റിയത്. സ്വരാജിനോ സിന്ധു ജോയിക്കോ അല്ലെങ്കിൽ CP ജോണിനോ ജെയിംസ് മാത്യുവിനൊന്നും ഇതുപോലത്തെ ചാൻസലർമാരെ കിട്ടിയില്ല. അതൊരു കാര്യമാണ്. കരുണാകരൻ്റെ ഭരണകാലത്ത് ഈ പിള്ളേരെ പോലീസുകാരെ കൊണ്ട് തല്ലിച്ച ഖ്യാതിയെ ഇതിൽ പലർക്കും ഉള്ളൂ. ഇതങ്ങനെയല്ല. ഇവിടെ ചാൻസലറായ ഗവർണറെ നേർക്ക് നേരെ വെല്ലുവിളിച്ച, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ ഉപരോധിച്ച, ഇയാൾ കാലെടുത്ത് ഔട്ടാൻ സമ്മതിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ച ഒരു സെക്രട്ടറി, ഒരേ ഒരു സെക്രട്ടറി SFIക്ക് ഉണ്ടായിട്ടുള്ളൂ, അത് സഖാവ് ആർഷോയാണ്. അങ്ങനെയുള്ള ആർഷോ ഈ സെക്രട്ടറി സ്ഥാനത്ത് പടിയിറങ്ങുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും പേരറിയാത്തൊരു നൊമ്പരം എന്ന് പറഞ്ഞ പോലെ അനുഭവപ്പെടും. എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇത് കാണുന്ന 99.99% ആളുകൾക്കും ഉണ്ടാവും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. കാരണം ആർഷോയ്ക്ക് പകരം വെക്കാൻ ആരുമില്ല, ആർഷോ മാത്രമേ. പിന്നെ ഇപ്പോൾ പുതിയ സെക്രട്ടറിക്ക് വരാവുന്നൊരു വലിയ പരാധീനത, ഇപ്പോൾ ആർലേക്കർ എന്ന് പറഞ്ഞ ഒരു ചാൻസലറാണ് നമുക്കുള്ളത്. അദ്ദേഹം ഇതുപോലെ വെല്ലുവിളി പറയുന്ന ആളല്ല. സവാലിക്ക് സവാൽ എന്നുള്ളതല്ല പുള്ളിയുടെ സിദ്ധാന്തം. പുള്ളി ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്ന വേറെ സമ്പ്രദായക്കാരനാണ്. അപ്പോൾ ആരിഫ് ഖാനെ നമുക്ക് മിസ് ചെയ്യും എന്ന് പറഞ്ഞ പോലെ ആർഷോയെ നമുക്ക് മിസ് ചെയ്യും. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തിന് പഴയ ഉശിരും ചൂടും ചൂടയുമൊക്കെ നഷ്ടപ്പെടും എന്നുള്ളതാണ് ഇതിൻ്റെ ദുഃഖകരമായിട്ടുള്ള ഒരു പരിണതി. ഏതായാലും സഖാവ് ആർഷോയെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു ജില്ലാ കമ്മിറ്റിയിലൊന്നും ഒതുങ്ങിപ്പോകേണ്ട ആളല്ല അദ്ദേഹം വൈകാതെ യുവജന സംഘടനയുടെ താക്കോൽ സ്ഥാനത്ത് വരും. ഭാവിയിൽ ഒരു MLA യോ MP ഒക്കെ ആയിട്ട് കേരള നിയമസഭയെ അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെൻറ്റിനെ കോരിത്തരിപ്പിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുമാരനാശാൻ പറഞ്ഞ പോലെ സൽപുഷ്പമേ ഇവിടെ മാഞ്ഞ് സുമേരുവിന്മേൽ കൽപ്പദ്രുമത്തിനിടെ കൊമ്പിൽ വിരിഞ്ഞിടാം നീ എന്നാണ്. അപ്പോൾ കൽപ്പദ്രുമത്തിൻ്റെ കൊമ്പിൽ ആർഷോ വിരിയുന്ന ആ ഒരു നല്ല പുലരി ഞാൻ സ്വപ്നം കാണുന്നു. പിന്നെ വയലാർ പാടിയ പോലെ ഇവിടെ ജനകോടികൾ ചാർത്തുന്നു നിങ്ങളിൽ സമരപുളകങ്ങൾ തൻ സിന്ദൂരമാലകൾ. ലാൽ സലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.